പെട്ട് ഗൈസ് പെട്ട് ട്രെയിനൊക്കെ ക്യാൻസൽ ആണെന്ന് ഇവിടെ നിന്ന് പിസയിലോട്ടുള്ളത്. സോ നമുക്കാണെങ്കിൽ ഇപ്പം 6 o'clock ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ബാക്ക് ടു ലണ്ടൻ. സോ ഞങ്ങളുടെ ഇത് കണ്ടോ നിങ്ങൾ, രാവിലെ തന്നെ അവർ ഷോപ്സിലൊക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ബോട്ടാണ്, അപ്പോൾ അതിൽ ഷോപ്സിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സൈഡ് വാരം കൊണ്ടുവന്ന് അവർ സ്റ്റോക്ക് ചെയ്യും. ഇതൊരു മോർണിംഗ് ആണ്, 7:30 വ്യൂ ആണ് കേട്ടോ. 7:30 ആകുമ്പം അവരുടെ ഷോപ്പൊക്കെ ആക്റ്റീവ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങി കേട്ടോ, ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി, ഞങ്ങളിതാ രാവിലെ റെഡിയായി ഇറങ്ങി ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോവുക. പിസ്സ ത്രൂ ഫ്ലോറൻസ്. സോ അപ്പോൾ ഇന്നത്തെ പിസ്സ ത്രൂ ഫ്ലോറൻസ് ഞങ്ങളുടെ യാത്ര ഇതാ ഇവിടെ തുടങ്ങുന്നു. അപ്പോൾ ലണ്ടൻ മലയാളി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇസുവിന് ഇന്നലെ ഫുൾ ഞങ്ങൾ ഫ്രൂട്ട്സാണ് കൊടുത്തത്. നൈറ്റിൽ കുറച്ച് റൈസ് ഉണ്ടാക്കിയിട്ട് അത് അവൾക്ക് സെപ്പറേറ്റ് മസാല ഇടുന്നതിന് മുന്നേ എടുത്ത് കൊടുത്തു. അപ്പോൾ അതുള്ളത് കഴിച്ച് 2 ഉരുളേ കഴിച്ചുള്ളൂ. 2 ഇത് കഴിച്ച ഉടനെ അവൾ വൊമിറ്റാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴല്ല അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് പാല് പിടിച്ച് കിടന്ന് ഇപ്പോൾ വൊമിറ്റാക്കി. അപ്പോൾ ഞങ്ങളെന്തായാലും ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിൽ ലണ്ടനിലെത്തും. അവിടുത്തെ ഈവനിങ് ഞങ്ങൾ ലണ്ടനിലെത്തും. അപ്പോൾ നോക്കണം, അതുവരെ ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് നിർത്താനുള്ള പ്ലാനിൽ ഞങ്ങൾ രാവിലെ എല്ലാം റെഡിയാക്കി ഫ്രൂട്ട്സൊക്കെ കട്ടാക്കിയൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇനി എന്താണെന്ന് നോക്കാം. ഞങ്ങളിതാ AV 8905 ഇല്ലേ റോം, അതിനകത്താണ് ഞങ്ങൾക്ക് പോയിട്ടുണ്ട്. അതിൽ പ്ലാറ്റ്ഫോം ഇതുവരെ വന്നിട്ടില്ല. ത്രൂ ഫ്ലോറൻസ്. സോ വി ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ പ്ലാറ്റ്ഫോം കൺഫർമേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷൻ എത്തി. നൈസ് വെതറാണ് കേട്ടോ. എന്നത്തെയും പോലെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അന്നത്തത് പോലെ, എസ്പെഷ്യലി ഇന്നിപ്പോൾ 7 AM ഞങ്ങൾ നടന്നു വന്നപ്പോൾ സൺറൈസൊക്കെ ചെയ്ത് ദ ഹോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ നടന്നു വന്ന വെനീസൊക്കെ ഓൾമോസ്റ്റ് എംപ്റ്റി ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു. പക്ഷെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ ആ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കാൻ വി റിയലി എൻജോയ്ഡ് വാക്കിംഗ്. മോർണിംഗ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. Attenzione, treno in arrivo in altitude, allontanarsi dalla linea gialla. ആരെന്നൊക്കെ കളിച്ചിരിക്കുന്നു. ആരെന്നൊക്കെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വന്നു. അങ്ങനെ ഞങ്ങളെന്താ പ്ലാറ്റ്ഫോമിലോട്ട് പോന്നു. സോ സെയിം ട്രെയിൻ ആട്ടോ, നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഇറ്റാലോ. നമ്മൾ വന്ന അതേ ഇറ്റാലോ. ഇത് ആക്ച്വലി റോമിലോട്ട് പോകുന്ന ട്രെയിനാണ്. സോ ഞങ്ങൾ ഇടയ്ക്കൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേറെ ട്രെയിൻ കയറിയിട്ട് ത്രൂ ഫ്ലോറൻസ് ഞങ്ങൾ പിസയിലേക്ക്. നമ്മുടെ പിസാ ഗോപുരം ഇല്ലേ, പിസാ ഗോപുരം, ദ ഫേമസ് പിസാ ഗോപുരം, അത് കാണാൻ പോകും കേട്ടോ ഞങ്ങൾ. സോ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഞങ്ങളുടെ ഐറ്റിനറിയുടെ ലാസ്റ്റ് നമ്മുടെ സീറ്റ് നമ്പർ ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അത് ഓരോ കോച്ചിൻ്റെ അടുത്തെത്തുമ്പോഴും അറിയാനായിട്ട് പറ്റും. ഈ കോച്ചിലാണോ നമ്മൾ? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്ട്രോളർ വയ്ക്കുന്നൊരു സ്പേസ് ഉണ്ട്. അത് കയറി നോക്കണം. ഫ്രണ്ടിൽ കൂടെയും, അതായത് ആ കോച്ചിൻ്റെ ഫ്രണ്ടിൽ കൂടെയും ബാക്കിൽ കൂടെയും നമുക്ക് കയറാം. അപ്പോൾ കയറിയിട്ട് നോക്കണം സ്ട്രോളർ വയ്ക്കുന്ന സ്പേസ് എവിടെയാണ്. ഇത് ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ. ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇന്നലെ കയറിയത്. പക്ഷെ എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫ്ലൈറ്റിനെക്കാളും എന്ത് സുഖമാണ് ട്രാവൽ ചെയ്യാൻ. സത്യമല്ലേ? നമുക്കിനി ആംസ്റ്റർഡാം അങ്ങനെ നെതർലാൻഡ്സൊക്കെ പോകാൻ പ്ലാൻ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഉണ്ട് കേട്ടോ. നെതർലാൻഡ്സും ജർമ്മനി, സ്വിറ്റ്സർലാൻഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ട്രെയിന്.
അതെ ഞങ്ങളുടെ അവിടെ നിന്നുണ്ട്. അതുമല്ല മോർ സർവീസ് വരുന്നുണ്ട്. നെതർലാൻഡ്സിലേക്ക് മോർ സർവീസ് ഈ സമ്മറിൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. എനിക്കൊന്ന് കുറച്ചും കൂടെ കംഫർട്ടബിൾ ട്രെയിൻ ജേർണി ആണെന്ന് തോന്നുന്നു. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഫ്ലൈറ്റിനെക്കാളും. ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ. ട്രെയിൻ ആക്ച്വലി 20 minutes ഡിലേ ആണ്. 20 minutes ഡിലേയിലാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഫ്ലോറൻസിൽ നിന്ന് അടുത്ത ട്രെയിൻ 11 o'clock ആക്ച്വലി ട്രെയിൻ 10:30 ആയിരുന്നു അവിടെ എത്തേണ്ടത്. 20 minutes ഗ്യാപ്പിലാണ് ഓടുന്നത്. ഫോർട്ടായിട്ടോ സെയിം ട്രെയിൻ ആട്ടോ നമ്മൾ വന്ന സെയിം ട്രെയിൻ സെയിം Are you excited? Pizza go with it? No. Pizza go with Super out. Step it out. Betul kalian. Ini sikit kami. Ini blushing. Haga. Love you. Nanti hagu tadi. Hagu. No. Rumah, tadi ke rumah. Rumah. Tadi rumah. ഇത് ഭയങ്കര ബോറിലാണല്ലോ ഇവിടെ. നമ്മൾ ട്രിപ്പിന്റെ ലാസ്റ്റ്. ഹൗ വാസ് യുവർ ട്രിപ്പ് ഇഷു? ഹൗ വാസ് യുവർ യൂറോപ്പ് ട്രിപ്പ്? ഇഷ്ടപ്പെട്ടോ? എന്റെ ലിസ്റ്റിക്ക് കുറച്ച് കളയരുത്. ഹൗ വാസ് യുവർ യൂറോപ്പ് ട്രിപ്പ്? നമ്മുടെ വ്യൂസിന് ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. ഭയങ്കര സീനിക്കായിട്ടുള്ള വ്യൂ ആണ് വെനീസ് ടു ഫ്ലോറൻസ്. അതുപോലെ തന്നെ നമ്മുടെ പിസയിലോട്ടുള്ളത്. ഇത് ഇവിടുന്ന് മെയിനായിട്ടും ഈ ട്രെയിൻ ജേർണി എല്ലാവരും എടുക്കുന്നത് ഈ സീനിക് വ്യൂ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം അറൗണ്ട് 260 km/h ആണ് ഈ ഹൈ സ്പീഡ് ട്രെയിൻസ് കവർ ചെയ്യുന്നത്. അത് മാത്രമല്ല ഭയങ്കര സൗത്ത് പാർട്ടിലോട്ട്, ഇത് സൗത്ത് പാർട്ടാണ്, അതായത് ഇറ്റലിയുടെ സൗത്ത് പാർട്ടിൽ കൂടിയാണ് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടുസ്കാൻ കൺട്രി സൈഡ് വ്യൂ കാണാൻ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് സൗത്തിലേക്ക് പോകുമ്പോൾ. ചാമിങ് ആയിട്ടുള്ള വില്ലേജസും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ടൗൺസൊക്കെയാണ് നമ്മളിങ്ങനെ പാസ് ചെയ്തു പോകുന്നത് ഫ്രം വെനീസ് ടു ഫ്ലോറൻസ്. പക്ഷെ നമ്മൾ തിരിച്ചുണ്ടല്ലോ, അതായത് നമ്മളവിടെ നിന്ന് വന്നില്ലേ, അതായത് വെനീസിലേക്ക് വന്ന ജേർണി ഉണ്ടല്ലോ, ട്രെയിൻ ജേർണി, അത് ശരിക്കും വേറൊരു വ്യൂ തന്നെയായിരുന്നു അല്ലേ. അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇതൊരു സൗത്ത് പാർട്ടിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു റിവറും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതിന് സൗത്ത് പാർട്ട് എൻ്റയർലി ഡിഫറെൻ്റ് തന്നെ, ഒരു കൺട്രി സൈഡ് വ്യൂ ആയി ശരിക്കും കിട്ടുന്നത്. വില്ലേജസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ കണ്ടോ ഒരുപാട് ഗ്രീനറി അവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് കുറേ പ്ലെയിൻ സ്ഥലങ്ങൾ, ഒരുപാട്. ഇറ്റ്സ് എ ബിഗ് കൺട്രി കേട്ടോ. നമ്മളിങ്ങനെ ട്രെയിൻ ജേർണി കൂടെ പോകുമ്പോഴത്തേനാണ് കറക്റ്റ് അത് മനസ്സിലാവുന്നത്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല, ഫ്ലൈറ്റ് വ്യൂ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് വ്യൂവിൽ തന്നെ ഞാൻ പിടികിട്ടിയത് ആ ഒരു വലിപ്പം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നപ്പോൾ എയർ ഹോസ്റ്റസ് ഉണ്ട്. എയർ ഹോസ്റ്റസ് പോലത്തെ ട്രെയിനിൽ ഉണ്ട്, അവർ സെർവ് ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ. ഇപ്പോൾ
ആപ്പിൾ ആപ്പിൾ ഓറഞ്ച് ഏതായാലും മതി. അടിപൊളി വ്യൂ ആട്ടോ. ഇതൊരു വില്ലേജ് ആട്ടോ അല്ലേ, ഒരു ഭയങ്കര സീനിക് ആയിട്ടുള്ള ഒരു വില്ലേജ് കവർ ചെയ്ത് പോവാണ് ഞങ്ങള്. ആക്ച്വലി ഇത് ഞങ്ങൾക്ക് ട്രെയിൻ ബിസിനസ് ആണ് കേട്ടോ കിട്ടിയത്. ട്രെയിനിൽ ഈ സീറ്റ് പിന്നെ ബേബി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. നമ്മളല്ലാതെ സെലക്ട് ചെയ്തല്ലോ. അല്ലാതെ സെലക്ട് ചെയ്തേ? ഓക്കെ അല്ലാതെ സെലക്ട് ചെയ്തത് ഞങ്ങൾ. പക്ഷേ ബേബി ഉള്ളതുകൊണ്ടാണ്. ഇത് നമുക്ക് ബാക്കിലേക്ക് നന്നായിട്ട് നീക്കിയിടാൻ പറ്റും. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ട്രെയിനേക്കാളും ഒരു ഡബിൾ ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ നല്ല സ്പേഷ്യസ് അല്ലേ, നല്ല സ്പേസും ഉണ്ട്. നല്ലതൊക്കെ ഉണ്ട്, നല്ല സ്പേസും ഉണ്ട്. ഇപ്പം എൻ്റെ ജ്യൂസ് സൂപ്പർ തറയിൽ ജസ്റ്റ് മിസ്സായിരുന്നു. ഇപ്പോൾ പോയേനെ ജ്യൂസും ഇടയ്ക്ക് നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ എല്ലാം സെർവ് ചെയ്യുന്നുണ്ട്. കുക്കീസും ഞാനൊരു ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു, ഷാനു കോഫി പറഞ്ഞു. അതിനൊഴിച്ച ഒരു അതെടുക്കാം. ഇസുവിന് ഒരു ലിൻഡിൻ്റെ ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തു. എനിക്ക് തന്നല്ലേ, ഇസുവിന് ഒരെണ്ണം കൊടുത്തു. ഇഷ്ടപ്പെട്ടോ? ഇത് തിന്നാനുള്ളതല്ല, അത് കഴിക്കാനുള്ള സാധനമല്ല, ഇത് കാണുന്ന കളിക്കുന്ന സാധനമാണ്. ഇതിൽ നിന്ന് ഒരു കുക്കി കിട്ടും കേട്ടോ, അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ ഇസുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ക്രീം ഇല്ലാത്തത് ഇളക്കി ഞങ്ങൾ ഇസുവിന് കൊടുത്തു. കാരണം ഞാൻ ഒന്നും കൂടെ ചോദിച്ചപ്പോൾ അവർ 2 എണ്ണം തന്നു. നിങ്ങൾ ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, യൂറോപ്യൻ കൺട്രീസിൽ വല്ലോ. ഇറ്റ്സ് കോൾഡ് ഭയങ്കര ക്വാളിറ്റി അല്ലേ, നല്ല ഹൈ ക്വാളിറ്റി സാധനം കേട്ടോ. ഇറ്റ്സ് കോൾഡ് ബയോ എന്തോ, ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് ദിസ് ആക്ച്വലി. ബയോച്ചി ഓർ സംതിങ്, ബട്ട് സോ നൈസ് കുക്കി. ഞങ്ങൾ ഫ്ലോറൻസ് എത്തി കേട്ടോ. പക്ഷേ ഞങ്ങൾ ഫ്ലോറൻസ് എത്തിയപ്പോഴേ പിസയിലേക്കുള്ള ട്രെയിൻ ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു എത്താറാവുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ ചേഞ്ച് ഓപ്ഷൻ കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നെക്സ്റ്റ് ട്രെയിൻ 12:25 അത് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ട്രെയിൻ എക്സ്ചേഞ്ച് ചെയ്തതിൻ്റെ സെൽഫ് സർവീസിൽ നിന്ന് പുതിയ ടിക്കറ്റ് കളക്ട് ചെയ്യണം. നമ്മൾ ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് ടിക്കറ്റ് ഇത് ട്രെയിൻസ് എല്ലാം ബുക്ക് ചെയ്യുന്നത് ഷാനു? ട്രെയിൻ ലൈൻ എന്ന് പറയുന്നത് ട്രെയിൻ ലൈൻ യൂറോപ്പിൽ എല്ലാം മിക്ക കൺട്രീസിലും ഉണ്ട്. ട്രെയിൻ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ത്രൂ ആണ് കേട്ടോ നമ്മൾ ട്രെയിൻ ജേർണീസ് ഫുള്ള് ബുക്ക് ചെയ്തത്. അതായത് നമ്മൾ വെനീസിലേക്ക് വന്നതും ഇതും എല്ലാം ബുക്ക് ചെയ്തത് അങ്ങനെയാണ് കേട്ടോ. ഇപ്പം മണി 10:30 ആയിട്ടേ ഉള്ളൂ. സോ 11:30 അല്ല 10:50 ആയിപ്പോൾ. അപ്പോൾ ഇനി ഓൾമോസ്റ്റ് ഒരു 1 അവറിന് മേലെ ഉണ്ട് നമ്മളിവിടെ ഫ്ലോറൻസിൽ. ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി ഫ്ലോറൻസ് സിറ്റി ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പിസയിലേക്ക് പെട്ടു കണ്ടോ, ഇവിടെ എല്ലാ ആൾക്കാരും ഇരിക്കുന്ന കണ്ടോ. ഇന്നൊരു ട്രെയിൻ സ്ട്രൈക്കാണ്, പെട്ടെന്ന് വന്നൊരു ട്രെയിൻ സ്ട്രൈക്കാണ്. അപ്പോൾ ട്രെയിനൊക്കെ ക്യാൻസലാണെന്ന് ഇവിടെ നിന്ന് പിസയിലോട്ടുള്ളത്. സോ നമുക്കാണെങ്കിൽ ഇപ്പം മണി 10:50 11 o'clock ആവാറായി. ഈവനിങ് 6 o'clock ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ബാക്ക് ടു ലണ്ടൻ. സോ ഞങ്ങളുടെ പ്ലാൻ ഇങ്ങനെ ആയിരുന്നു. പിസ കണ്ടു, പിസ കറങ്ങി ഒരു 4 o'clock ആകുമ്പോൾ എയർപോർട്ട് എത്തി, 4:30 ആകുമ്പോൾ എയർപോർട്ട് എത്തി. 6 o'clock ഫ്ലൈറ്റ് എടുത്ത് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. സോ ഇനി എന്താവുമെന്ന് അറിയില്ല. മീൻസ് ഫ്ലൈറ്റ് എന്തായാലും ഞങ്ങൾ എടുക്കും. പക്ഷേ പിസ കാണാൻ പറ്റുമോ, എങ്ങനെയാണ് ടൈമിംഗ് എന്ന് നോക്കണം. കാരണം ഞങ്ങളിവരോട് സംസാരിക്കാൻ നിൽക്കുക ക്യൂല. എല്ലാ ട്രെയിനും ക്യാൻസൽ ആണെന്നാണ് അവിടെ പറഞ്ഞത് ഒരു കൗണ്ടറിൽ. ഇവിടെ ഒന്ന് കൺഫേം ആക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മേ ബി വി വിൽ ടേക്ക് ബസ് ഫ്രം ഹിയർ ടു പിസ. ദെൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞങ്ങളുടെ പ്ലാൻസി. ഒരുപാട് ആൾക്കാർ ഇവിടെ സ്റ്റക്കായിട്ടുണ്ട് കേട്ടോ. ഇസുദ വളരെ ക്ഷമയോടുകൂടി ഇവിടെ ഇരിപ്പുണ്ട്. ഇസു ഐ ഓക്കെ? ഇഷു ഐ ഓക്കെ? പെർഫെക്റ്റ്ലി ഓക്കെ മിമി എന്ന് പറ. യെസ് മിമി ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ. ഇസു കുഞ്ഞ് നിർബന്ധമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. സോ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലോറൻസ് സിറ്റി. ഞങ്ങളിവിടെ ഏകദേശം പെട്ട അവസ്ഥയാണ് കേട്ടോ. ഞാനിങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ എൻക്വയറി ചെയ്തു, ട്രെയിൻ സ്റ്റേഷനും ബസ് സ്റ്റേഷനൊക്കെ എൻക്വയറി ചെയ്ത് ഫൈനലി ഇൻഫർമേഷൻ ഡെസ്കിൽ വന്നു. ഇൻഫർമേഷൻ ഡെസ്കിൽ അവർ ഭയങ്കര പൊളൈറ്റ് ആയിരുന്നു കേട്ടോ ഷാനു. ഇൻഫർമേഷൻ ഡെസ്കിൽ അവർ
ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു ഭാഗ്യം. അപ്പോൾ അവർ വേറൊരു കോൺടാക്ട് നമ്പർ തന്നു. അവർ പറഞ്ഞു ചിലപ്പോൾ ഷട്ടിൽ സർവീസ് കാണും ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക്. സോ ആ നമ്പറിൽ വിളിച്ചു. പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ എനിവേ അവിടെ അടുത്ത് നിന്ന ഒരാൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയായിരുന്നു. അങ്ങനെ പുള്ളി ഇതിനെ കൊണ്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞ് എന്തായാലും സംഭവം മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ട്രാം എടുക്കുക. ഞങ്ങൾ ഇവിടെ നിന്ന് ഗണ്ടോല എന്തോ ആ സ്ഥലത്തിൻ്റെ പേര് എന്തോ ഒരു ഗിന്തോല ഗറിയാലി എന്തോ ആണ്. ഹാവ് റൈറ്റ് ഇറ്റ് ഡൗൺ ഓൾറെഡി. സോ ഇവിടുന്ന് ടെർമിനൽ T2 ട്രെയിൻ എടുത്ത് ഇത് ട്രാം എടുത്തിട്ട് വേറെ സ്ഥലത്ത് ഇറങ്ങണം. ആ T2 ആ പറഞ്ഞ ഗന്തോലേക്ക് ഗുഡോണിയിൽ ഇറങ്ങുക. ഗുഡോണി ഓക്കെ ഗുഡോണി ഓക്കെ. അവിടെ വിദോണി എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി. ഓക്കെ അവിടെ ഇറങ്ങും. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറൊരു ട്രാമോ അത് T2 ആണ് വരുന്നത്. ഗിഡോണി T2 നമുക്ക് പോകേണ്ടത്. അത് എടുത്തിട്ട് നമ്മൾ ഗിഡോണിയിൽ ഇറങ്ങിയിട്ട് ഗിഡോണിയിൽ നിന്ന് വേറൊരു ബസ്സോ ട്രെയിനോ ഇതേപോലെ ട്രാമോ എടുത്തിട്ട് എയർപോർട്ട്. അപ്പോൾ ഇപ്പോൾ മണി 12 o'clock ആയി. നമ്മുടെ ഫ്ലൈറ്റ് 6 o'clock. നമുക്ക് പിസ്സ കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പിസ്സ കാണാനായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബസ്സും ട്രെയിനും ഒക്കെ സ്ട്രൈക്കാണ്. നമ്മൾ എയർപോർട്ടിൽ എപ്പോൾ എത്തുമെന്ന് അറിയില്ല. സോ ബെസ്റ്റ് ഡിസിഷൻ അല്ലേ? എന്ത് പറയുന്നു? ഷാനുവിന് പിസ്സ കാണണം. ഷാനു പറയുന്നത് വി ക്യാൻ സ്റ്റേ 1 more day ഹിയർ. എന്നിട്ട് നാളെ നമുക്ക് വേറെ ടിക്കറ്റ് എടുത്ത് പോവാം എന്നൊക്കെയുള്ള പ്ലാനാണ് പറയുന്നത്. പക്ഷേ ലെറ്റ് സി. കാരണം ഇസു ഞാൻ പറഞ്ഞില്ല, ഇസു മിൽക്ക് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇസുവിന് സോളിഡ് ഒന്നും ഇസുവിൻ്റെ വയറ്റിൽ നിൽക്കുന്നില്ല. സോളിഡ് കഴിക്കും. ബ്യൂട്ടിഫുൾ ഫ്ലോറൻസ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഹോപ്പ് ഓഫ് ബസ്സിലായിരിക്കും എന്നല്ലേ? എന്നാൽ അല്ല കേട്ടോ. ഒരു സംഭവബഹുലമായ ഓട്ടത്തിന് ശേഷം മണി ഇപ്പോൾ 2:25 ആയി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ട്രെയിനെല്ലാം സ്ട്രൈക്കാണ്. മോസ്റ്റ്ലി ബസ്സസും ഇവിടെ സ്ട്രൈക്കാണ്. അങ്ങനെ എയർപോർട്ടിൽ പോകാനുള്ള ആൾക്കാരെല്ലാം സ്റ്റക്കായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇവിടെയുള്ളവർക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തിരക്കി എൻക്വയറി ചെയ്ത് അവരൊരു ഇൻഫർമേഷൻ ഡെസ്കിൽ പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ അവർക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ വീഡിയോയിൽ. ഓക്കെ എനിവേ നമുക്കൊരു നമ്പർ അവിടെ നിന്ന് കിട്ടി. അവിടെ നിന്ന് അവരെ കോൺടാക്ട് ചെയ്തു. ആ കണക്ട് ചെയ്ത ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ അടുത്ത് നിന്ന് അവരടുത്തൊക്കെ ഹെൽപ്പ് ചോദിച്ചു കുറച്ച് ആൾക്കാരൊക്കെ. അങ്ങനെ അവർ എങ്ങനെയൊക്കെയോ തപ്പി പറഞ്ഞ് മുറി ഇംഗ്ലീഷിൽ കുറച്ച് കാര്യം പറഞ്ഞിട്ട് ഞങ്ങളോട് T2 അല്ലെ ഗുഡോണയിൽ വരാൻ പറഞ്ഞു. ബൈ ട്രാമോ ബസ്സോ എടുത്തിട്ട്. അങ്ങനെ ഞങ്ങൾ ഗുഡോണയിൽ വന്നു ബസ് എടുത്തിട്ട്. ഗുഡോണയിൽ വന്നിട്ട് അവിടെ നിന്നിട്ടും അതുപോലെ ആരുടെ കുറച്ച് ഹെൽപ്പൊക്കെ ചോദിച്ച് ഒരാളെ വിളിച്ച് ഇവർ വീണ്ടും കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ വന്നപ്പോഴത്തേന് ഈ ഗുഡോണയിൽ തന്നെ ഷട്ടിൽ സർവീസ് ബസ് സ്വിഫ്റ്റ് എയർപോർട്ടിലേക്ക്. അവിടെ വന്നപ്പോഴുള്ള കാഴ്ച ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്താന്ന് ആൾക്കാരെല്ലാവരും അല്ലേ ഈ ബസ്സിനകത്ത് ഫുള്ള് ഒരു ബസ്സാണ് കേട്ടോ. ടൂറിസ്റ്റ് ബസ്സാണ് ഫുൾ. ഈ എയർപോർട്ട് ഷട്ടിൽ ബസ്സാണ് കേട്ടോ. ഈ ബസ്സിനകത്ത് ഫുള്ള് എയർപോർട്ടിലേക്കുള്ള ആൾക്കാർ, റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റക്കായ ആൾക്കാർ. അങ്ങനെ അവരെല്ലാവരും നമ്മൾ വന്ന വേ പോലെ തന്നെ ചോദിച്ച് ഇൻഫർമേഷൻ ഡെസ്ക് ത്രൂ വന്നതാണെന്ന് തോന്നുന്നു. എനിവേ ഈ ബസ്സിനകത്ത് ഫുള്ള് ഞങ്ങൾ എയർപോർട്ടിൽ പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ 2:25 ആയി. ഈ ബസ് 4:30 എയർപോർട്ടിൽ എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് 6 o'clockനാണ് ഫ്ലൈറ്റ്. 6:30 ഞങ്ങളുടെ ഫ്ലൈറ്റ് ബാക്ക് ടു ലണ്ടൻ. സോ എനിവേ ഞങ്ങൾക്ക് പിസ്സ ഗോപുരം കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും സീനിക് വ്യൂ ഫ്ലോറൻസ് പിസ്സയും ഞങ്ങൾ കവർ ചെയ്താണ് ബസ്സിൽ പോകുന്നത് കേട്ടോ. സോ ഐ വിൽ ഷോ യു സം അല്ലേ സീനിക് വ്യൂ, റോഡ് വ്യൂ. ഞങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് എന്ന് കിട്ടിയ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവരുടെ അഡ്വൈസൊക്കെ പ്രകാരം ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് പോകാൻ പറ്റാതെ ഇവിടെ കുടുങ്ങി കിടക്കുന്നതാണ്. അതിൻ്റെ അവിടെ ഒരു ഓപ്പൺ ഡെസ്ക് ഇട്ടിട്ട് ഒരു പുള്ളിക്കാരി ഇരുന്നിട്ട് എല്ലാവർക്കും ബൈ ക്യാഷ് വാങ്ങിയിട്ട് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല. അങ്ങനെ പിന്നെ അവർ ഞങ്ങൾക്ക് കാർഡ്, അതായത് എയർപോർട്ടിൽ ചെന്നിട്ട് ഇവർ ട്രാവൽ ഏജൻസിയാണ് ടാപ്പ് ചെയ്താൽ മതിയെന്ന് ഉള്ള എഗ്രിമെൻറ്റിൽ ഞങ്ങൾ ഫൈനൽ ഇതാ ഈ ബസ്സിൽ നമ്മുടെ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ നല്ല രസമുണ്ട്. ശരിക്കും സൗത്ത് പാർട്ട് കുറച്ചും കൂടി ഡിഫറെൻ്റ് അല്ലേ? ചില്ലിനെക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് സൗത്ത് പാർട്ട്. ലൈക്ക് കുറച്ചും കൂടെ കൺട്രി സൈഡ് വ്യൂ ആണ്. ഫ്ലോറൻസ് കണ്ടോ? ഫ്ലോറൻസ് കുറച്ചും കൂടെ കൺട്രി സൈഡ് വ്യൂ ആണ് കേട്ടോ. പിസ്സ ഞങ്ങൾ കണ്ടില്ല. പിസ്സയിലേക്ക് എടുക്കുമ്പോൾ ഞാൻ ഐ ഷോ യു ദാറ്റ് ഓൾസോ. ബട്ട് ഫ്ലോറൻസ് അല്ലേ ടെറൈൻസും മൗണ്ടൈൻസ് ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട്.
അങ്ങനെ ഞങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പ് അല്ലേ ഇന്ന് കൊണ്ട് അവസാനിക്കുകയാണ് ഗൈസ്. നീണ്ട 7 days അല്ലേ, നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തല്ലേ. ഒരുപാട് നമ്മൾ 2 കൺട്രി കവർ ചെയ്തില്ല. 2 country, I think 2, 3, 4, 1, 2, 3, 4, 5. 2 country, almost 5 states കവർ ചെയ്തു അല്ലേ. 5-6 states കവർ ചെയ്തു. Yeah, nice. It was such a beautiful memories for us. We will keep these memories forever, right? Yeah, we cherished a lot actually. ശരിക്കും ഒരു മിനി സ്വിറ്റ്സർലാൻഡ് തന്നെ കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ. സീ, സോ ബ്യൂട്ടിഫുൾ. ഇവിടെ സ്പ്രിങ് ആയി കേട്ടോ. ചെറി ബ്ലോസവും അല്ലാത്ത ചെറിയ ചെറിയ മരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബ്ലൂം ചെയ്യാനായിട്ട്. സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏർലി സ്പ്രിങ്. കൺസ്ട്രക്ഷൻ കണ്ടോ, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ. നമ്മുടെ നാട്ടില് പഴയ ഒരു വീടുകൾ പോലെ. അതെ, നമ്മുടെ നാട്ടിൽ പഴയ കൺസ്ട്രക്ഷൻ പണ്ടൊക്കെ ഉണ്ടായിരുന്ന വീടുകൾ. അതെ, തറവാട് അല്ല, മീൻസ് തറവാടല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുള്ള കോൺക്രീറ്റ് ഒക്കെ തുടങ്ങിയ സമയത്തുള്ള കോൺക്രീറ്റ് വീടുകൾ പോലെ ഉണ്ട്. ഞങ്ങളങ്ങനെ പിസ എയർപോർട്ടിലെത്തി കേട്ടോ. എയർപോർട്ടിലെത്തി. ഇനി ഞങ്ങൾ ഡിപ്പാർച്ചറിലോട്ട് പോട്ടെ. ചെക്കിനൊക്കെ ചെയ്യണം. ഇസുവിനെ കുറച്ച് ഫ്രഷ് ആക്കണം. നമുക്ക് പിസ ഗോപുരം കാണാൻ പറ്റിയില്ല ഗായ്സ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചു തരാം. ചെരിഞ്ഞ നമ്മുടെ പിസ ഗോപുരം. എനിവേ, എന്തായാലും നമുക്ക് നമ്മൾ രാവിലെ എത്തിയത് കൊണ്ട്, ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയത് കൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഈവനിങ് ഇപ്പോൾ 3:30 ആയിട്ടോ എയർപോർട്ടിൽ എത്താൻ പറ്റി. 6:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഇൻ കേസ് നമ്മൾ ഈവനിങ്ങിലാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്, സ്ട്രൈക്ക് ആയിരുന്നെങ്കിൽ ഞങ്ങൾ ശരിക്കും ഇവിടെ സ്ട്രക്കായി പോയേനെ. എന്തായാലും ഇപ്പോൾ ഞങ്ങളിവിടെ എത്തി, അൽഹംദുലില്ലാഹ്. എനിവേ, ദ ഹോൾ ഐറ്റിനറി എല്ലാം കവർ ചെയ്തു ഞങ്ങൾ. അൺലെസ് ടുഡേസ് പ്ലാൻ. ബട്ട് ഞങ്ങൾ വെനീസ് പകരം ഞങ്ങൾ ഫ്ലോറൻസ് കവർ ചെയ്തു. കാരണം കവർ ചെയ്ത് മീൻസ് വരുന്ന ജേർണി ഫുള്ള് ഫ്ലോറൻസിൻ്റെ വ്യൂ ആയിരുന്നു കേട്ടോ, 2 സൈഡും. സോ പക്ഷെ പിസ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. എനിവേ, ദാറ്റ് ഈസ് ലൈഫ്. നമ്മളെവിടെ പോവാ? ഇത് 2 സ്റ്റെപ്പ് ഇട്ട് നോക്കട്ടെ. നമ്മളെവിടെ പോവാ? ഓക്കെ, ഇതൊക്കെ ഞാൻ സ്റ്റെപ്പ് ഇടാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് സ്റ്റെപ്പ്. എങ്ങനെ ഇസു മിമിക്ക് പഠിപ്പിച്ചാ? ഓക്കെ, 1, 2, 3. എങ്ങനെ? ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ടൻ മാടൻ അങ്ങനെ ചെക്കിനും സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ബാക്ക് ടു ലണ്ടൻ, ബാക്ക് ടു ഞങ്ങളുടെ നോർമൽ ലൈഫിലേക്ക്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.